എടാ മോനെ കേറി വരാൻ പറഞ്ഞപ്പോ കൊറേ പേര് വന്നില്ല തള്ളാൻ നിക്കുന്ന കണ്ടാ. നമ്മൾ ആരെ സെലക്ട് ചെയ്യും പാറു തള്ളാൻ ഇതിൽ നിന്ന്? എല്ലാരും നന്നായിട്ട് തള്ളുന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാരും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം നിങ്ങൾ മൂന്നൂർ നിൽക്കും, ഞങ്ങളെ പോയിക്കോളാം. ഓ തള്ളാത്തൊരു. കഴിഞ്ഞ ദിവസം നമ്മളോടൊന്ന് പറഞ്ഞു മലയാള സിനിമയുടെ ചരിത്രത്തിൽ 40 വർഷത്തിന് ശേഷം ഞങ്ങൾ എവിടെ ഫിലിം ഫെസ്റ്റിൽ കയറുന്നത്. തള്ളാണെന്ന് ദൈവത്തിനറിയാം. എങ്ങനെയുണ്ട്? ദൈവമേ, അത് തള്ളല്ല, അത് തള്ളല്ല. സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കണം. വെട്ടാൻ പോലും സമയമില്ല. അതിനാണ് കാൻ ഫെസ്റ്റിവലിനും പോയേക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞതോടെ അത് കഴിഞ്ഞ് ഒന്നര മാസത്തെ UK ട്രിപ്പ് പങ്കെടുത്തോ? ഉടനെ പോകും. സിനിമ ഇപ്പൊ ഉണ്ട്. സ്യൂട്ടൊക്കെ തച്ച് വെച്ചിട്ടുണ്ട്. അല്ല ഇത് തള്ളാണോ സത്യാണോ? പോയോ നിങ്ങള്? അല്ല ഇന്നൊന്നും പറയണ്ട. ഉടനെ പോകും. കാനറ ബാങ്കിന്റെ എന്തോ ഫെസ്റ്റ് ആണ്, അതാണ് ക്യാൻ ഫെസ്റ്റ്. ഇന്നത്തെ ദിവസം എന്തോ തള്ളാനാണ് പറഞ്ഞ ഉന്താനല്ല. നസീർ സംക്രാന്തി എന്താ വേണ്ടാത്തറിയോ? കൂബട ഇങ്ങനെ പോയിട്ട് വന്നാണ് വെള്ളത്തിൽ ചാടിയിട്ട്. ഏതാണ് മനസ്സിലായില്ല. മനസ്സിലായി. ആ തമാശ മനസ്സിലായി. ഇല്ല, അതുകൊണ്ട് മനസ്സിലായില്ല. ഒന്നുകൂടെ പറഞ്ഞുതരാം. റിപ്പീറ്റ് ചെയ്യണം. സ്കൂബ ഡൈവിങ്ങിന് പോയി പറഞ്ഞില്ല, അതുപോലെ സ്കൂബ ഡൈവിങ്ങിന് പോയിട്ട് തന്നെയാണെന്ന്. ഞാനല്ലേ സ്കൂബ ഡൈവ് ഹാസ്യം മനസ്സിലായി. എല്ലാരും ഒന്ന് കൈയടിച്ചു പ്ലീസ്. നിലവാരം വേണം, അതിന് കൈയടിക്കും. തിരിച്ചേട്ടിന് വേണ്ടി നമുക്ക് ചിരിച്ചു തള്ളിയേക്കാം. അതെ, അല്ല അതെനിക്ക് മാത്രം മനസ്സിലാവുള്ളൂ. നമ്മളെല്ലാരും വെള്ളത്തിൽ ചാടി ടിനിയുടെ തള്ളി നമുക്ക് അവിടെ. അല്ല, അതുകൊണ്ടല്ല. ഇവൻ പറയുന്ന ചില തമാശകള് വളരെ ഭൗതികപരമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് മനസ്സിലാവില്ല. അത് നസീർ സംക്രാന്തിക്ക് മനസ്സിലാവൂല. അക്രുചേട്ടന് കിട്ടി. അക്രുചേട്ടന് കിട്ടിയില്ല, വേറെ ആർക്ക് കിട്ടും? ഏത് ഫിലോസഫി കിട്ടി. പിന്നെ ഞാൻ താഴ്ന്ന് ചിരിക്കാൻ പാടുപെടുവായിരുന്നു. ചേട്ടാ, നിങ്ങളുടെ ഒരു ബന്ധം വെച്ചിട്ട് പൊതുവെ എങ്ങനെ ടിൻചേട്ടൻ ഭയങ്കര തള്ളാണോ? എന്നെ ഏറ്റവും കൂടുതൽ തള്ളിയിരിക്കുന്ന ഇവനാണ്. ഞങ്ങളെ തള്ളി താഴെ ഇടുന്നതിനെ പറ്റി അല്ല, കാരണം ഒരു സ്റ്റൂളെ കയറണം, എന്നെ തള്ളണം. അതുപോലെ എവിടെ കേറി നിക്ക്, ഒരു ശ്രദ്ധയുണ്ട് പുള്ളിക്ക്, അങ്ങനെ തള്ളിയിട്ടുണ്ട്. പക്ഷെ ഒരു തള്ളിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തിയ ആളാണ് ടിനിച്ചേട്ടൻ. സുരേഷ് ചേട്ടന്റെ മോടെ കല്യാണത്തിന് ഗംഭീര തള്ളായിരുന്നു. ഈ തള്ളല്ല, അതെന്താ ചെയ്തെന്ന് പറഞ്ഞാല് തിരക്ക് തിരുവനന്തപുരത്തെ കാര്യങ്ങൾ കുറച്ച് നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഗസ്റ്റുകളെ നോക്കിയിട്ട് അപ്പൊ MP മാര് MLA മാര് അവിടെ നിന്നുള്ള BJPയുടെ ദേശീയ ആൾക്കാർ മറ്റൊക്കെ ഉണ്ട്. അപ്പൊ നവ്യയായിട്ട് നമുക്ക് വർഷങ്ങളായിട്ട് പരിചയമുള്ള. അപ്പൊ എനിക്ക് ഉത്തരവാദിത്വം, എനിക്ക് നവ്യേനെ അവിടെ, എനിക്ക് പ്രിഫറൻസ് നവ്യേനെ ആയിരുന്നു. ഞാൻ ഒരു ഒച്ച അങ്ങോട്ട് ഉണ്ടാക്കി മാറിക്ക. അപ്പൊ അവര് വിചാരിച്ചു വേറെ ആരോ പ്രൈം മിനിസ്റ്റർ ഒക്കെ വീണ്ടും വന്നു. വന്നിട്ട് എല്ലാവരും പേടിച്ചങ്ങ് MP MLA മാരൊക്കെ മാറി നിൽക്കണം. കൂളായിട്ട് പോയി കാണാം. അല്ല, പുറത്തിറങ്ങി അത് അങ്ങോട്ട് പോയത് ലാലേട്ടന്റെ ഇതിലായിരുന്നു. കാരണം നമ്മൾ വരുമ്പോൾ ലാലേട്ടന് നമ്മൾ ഒരേ സമയത്ത് ഫോൺ ചെയ്ത് പ്ലാൻ ചെയ്ത് ഇറങ്ങി. ലാലേട്ടന്റെ വണ്ടി പോയി, ഭാഗ്യത്തിന് എൻ്റെ വണ്ടി പോയി. അവിടെ വരെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇനി കേറുന്ന പ്രശ്നം വലിയ ഭാഗ്യമല്ല. അങ്ങോട്ട് ലാലേട്ടൻ്റെ കൂടെ, ഇങ്ങോട്ട് ടിനി ടോമിന്റെ കൂടെ. ഭയങ്കര ചേഞ്ച്. ഞാനതല്ല ആലോചിക്കുന്നത്, ഇതൊക്കെ സത്യമാണല്ലോ എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ലല്ലോ എന്നുള്ളതാണ്. വന്നപ്പം പറഞ്ഞതായിട്ട് കേട്ടു പറയുന്നത്. എന്താണ് ഈ പ്രോഗ്രാമിന് ഞാൻ എന്തിനാ വരുന്നതെന്ന്. പക്ഷെ നവ്യ പോലും അറിയാതെ നവ്യ ഈ പ്രോഗ്രാമിൽ ട്രാക്കിൽ കയറി. അല്ല, എന്താന്ന് പറഞ്ഞാല് ഈ ഒരു ട്രിക്ക് നമ്മൾ എങ്ങനെയാന്ന് ചെയ്തു കഴിഞ്ഞാൽ, ലുലു ഭയങ്കര ഫംഗ്ഷൻ, അതായത് ഒത്തിരി പേരുണ്ട്. അപ്പൊ നമ്മുടെ ഒരു കൂട്ടുകാരുണ്ട് ഷൈജോ എന്ന് പറഞ്ഞൊരുത്. എന്നുവെച്ചാൽ കുറെ കാലഘട്ടം മുമ്പാണ്, നമ്മളെ തിരിച്ചറിയ പോലുമില്ല. ഇവൻ പുറത്ത് ചാടിയിട്ട് മാറിയെന്ന് പറഞ്ഞു. അപ്പൊ വലിയ ആളാ വന്നോന്ന് വെച്ചിട്ട് ഏറ്റവും മുന്നിൽ പാർക്ക് ചെയ്തിട്ട് ഞാൻ ഇറങ്ങി പോകണ്ടപ്പോ ആർക്കൊന്നും മനസ്സിലായി. അപ്പൊ അത് നല്ലൊരു ടെക്നിക്കാണ്. നമ്മുടെ കൂടെ ഉള്ള ഒരാള് അതുപോലെ തന്നെ ടോള് കൊടുക്കേണ്ട സമയത്ത് പൊക്ക് എന്ന് പറയുമ്പോ അവര് അറിയാണ്ട് പേടിച്ചു പോക്കും. പോയതാരാന്ന് അറിയാൻ പറ്റും. ഞാനും കാര്യം പറട്ടെ, ഇതേവരെ തമ്മിലുള്ള മത്സരമായി കേട്ടോ. നിങ്ങളെ വല്ലതൊക്കെ പറഞ്ഞ സ്ക്രീൻ സ്പേസ് കിട്ടും. അല്ല, ഈ എപ്പിസോഡ് വരുന്നതോടുകൂടി ഈ ഐറ്റം അങ്ങ് നിൽക്കും.